ജനപക്ഷം, മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം. വേണം നമുക്കൊരു പുതു കേരളം. ഒരു വർഷം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇതായിരുന്നു. ജനകീയ സർക്കാർ 1-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരള ജനതയ്ക്ക് നൽകിയ ഉറപ്പുകൾ ഒന്നൊന്നായി പാലിക്കപ്പെടുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു വർഷം എന്നത് വലിയ കാലയളവല്ല. എന്നിരുന്നാൽ പോലും ജനകീയ ഇടപെടൽ വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞുപോയ ഒരു വർഷം. നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കമിടാനായി എന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖമുദ്രയായി മാറുകയാണ്. ചരിത്രം സൃഷ്ടിച്ച EMS മന്ത്രിസഭയുടെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ 1-ാം വാർഷിക ആഘോഷങ്ങളും നടക്കുന്നത്. ചരിത്രം കുറിച്ച ആദ്യ മന്ത്രിസഭയുടെ പൈതൃകം പേർന്ന സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ കേരള ജനതയുടെ പ്രതീക്ഷയും വളരെ വലുതാണ്. ആ പ്രതീക്ഷ ഒട്ടും അസ്ഥാനത്തല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് സർക്കാരിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളും. വിവിധ മേഖലകളിലായി 600 മുദ്രാവാക്യങ്ങളായിരുന്നു LDFിൻ്റെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വച്ചിരുന്നത്. അതിൽ 35 പരിപാടിയും മുന്നോട്ട് വച്ചിരുന്നു. പ്രകടന പത്രികയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് LDF സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. 25 ലക്ഷം പേർക്ക് തൊഴിൽ, പൊതുമേഖലാക്കൽ, റോഡ് വികസനം, ശുചിത്വ കേരളം, എല്ലാവർക്കും പാർപ്പിടം, ഭക്ഷ്യസുരക്ഷ, കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, സ്ത്രീ ശാക്തീകരണം, സ്കൂൾ വിദ്യാഭ്യാസം അന്തർദേശീയ നിലവാരത്തിലാക്കൽ, അഴിമതിമുക്ത കേരളം തുടങ്ങിയവയായിരുന്നു അതിൽ പ്രധാനം. പ്രസ്തുത 35 പരിപാടികൾക്കും തുടക്കമിടാൻ സർക്കാരിനായിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ വർഷം വളരെ സംതൃപ്തി നൽകുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഡിസ്റ്റിങ്ഷനും എല്ലാ വിഷയത്തിലും A+ ഒന്നും എത്തിയിട്ടില്ല. എങ്കിലും ഒരു ഫസ്റ്റ് ക്ലാസ്സിനുള്ള മാർക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പിണറായി സർക്കാരിന് മേൽ പിണറായിക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൻ്റെ വികസന മാതൃക ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാണ്. എന്നിരുന്നാലും വസ്തുതകൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ വികസനം പൂർണ്ണമായ ലക്ഷ്യം കൈവരിച്ചു എന്ന് പറയാനാവില്ല. ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നവകേരളം കർമ്മ പദ്ധതി. അർഹരായ ഭവനരഹിതർക്ക് താമസ സൗകര്യവും ജീവനോപാധിയും ഉറപ്പാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ മിഷനാണ് പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. 5 ലക്ഷത്തോളം കുടുംബങ്ങളാണ് കേരളത്തിൽ ഇന്നും വീട് എന്ന സ്വപ്നവുമായി കഴിയുന്നവർ. വീടില്ലാത്തവരിൽ തന്നെ പകുതിയോളം പേർ ഭൂമിയില്ലാത്തവരുമാണ്. ഇവർക്ക് ഭൂമി കൂടി കണ്ടെത്തേണ്ടത് ശ്രമകരമായ ജോലിയാണ്. ആ ദൗത്യം കൂടി ഏറ്റെടുത്താണ് എല്ലാവർക്കും വീടും ഭൂമിയും എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തേത്, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്ന ആർദ്രം മിഷനാണ് നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമകാലിക ആരോഗ്യ പ്രശ്നങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതിനൊപ്പം ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും പ്രായാധിക്യമുള്ളവരുടെയും ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ആർദ്രം മിഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. നവകേരളം കർമ്മ പദ്ധതിയിലെ മറ്റൊരു പ്രധാന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇല്ലായ്മകൾ പരിഹരിച്ച് 1 മുതൽ 12 വരെ ക്ലാസുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റൊന്ന് ഹരിത കേരളം മിഷനാണ്. കേരളത്തിൻ്റെ സവിശേഷതകളായി പ്രകീർത്തിക്കപ്പെട്ടിരുന്ന ശുചിത്വവും ജലസമൃദ്ധിയും വീണ്ടെടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഹരിത കേരളം മിഷന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഹരിത കേരളം മിഷന്റെ ഭാഗമായി കുളങ്ങളും തോടുകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കാൻ ശക്തമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. പച്ചക്കറി കൃഷിയിലും നെല്ല്, പഴവർഗ്ഗങ്ങൾ തുടങ്ങി അടിസ്ഥാന കൃഷി ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനും വിപണനത്തിനും ശക്തമായ ഇടപെടൽ സാധ്യമാക്കാനും ഹരിത കേരളം മിഷനിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുകയാണ്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്രമസമാധാനം ശക്തിപ്പെടുത്തുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ആഭ്യന്തര വകുപ്പ് ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത്. അതോടൊപ്പം സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്ന അഴിമതി ഇല്ലാതാക്കാനും ഫലപ്രദമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിജിലൻസിൽ രജിസ്റ്റർ ചെയ്യുന്ന അഴിമതി കേസുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നു. പൊതുജന പങ്കാളിത്തത്തോടെ അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ 2 മൊബൈൽ ആപ്ലിക്കേഷനുകൾക്ക് തുടക്കം കുറിച്ചു.
സർവീസിൽ പുതുതായി പ്രവേശിക്കുന്ന ജീവനക്കാർ അഴിമതി രഹിതമായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻഡക്ഷൻ ട്രെയിനിംഗ് എന്ന പദ്ധതി ആരംഭിച്ചത് ഭാവിയിൽ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കും. സ്ത്രീ സുരക്ഷയ്ക്കായി പിങ്ക് പട്രോൾ സംവിധാനം ആരംഭിച്ചതും ജനമൈത്രി പദ്ധതി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനവും ശ്രദ്ധേയമായി. വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് LDF സർക്കാർ നൽകുന്നത്. അതിനേറ്റവും മികച്ച ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനാകുന്നത് വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവിന് സഹായം നൽകാനുള്ള പദ്ധതിയാണ്. കടുത്ത സാമ്പത്തിക വിഷമതയിലും 900 കോടി രൂപയാണ് 4 ലക്ഷം രൂപ വരെ വായ്പയെടുത്ത വിദ്യാർത്ഥികളെ സഹായിക്കാൻ സർക്കാർ നീക്കിവെച്ചത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പാക്കിയത് എന്നിടത്താണ് അതിൻ്റെ മൂല്യമുയരുന്നത്. സാധാരണക്കാരായ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഇപ്പോൾ ഒരു 10,000 രൂപയെടുത്തൊക്കെ സാലറി മേടിക്കുന്ന എൻ്റെ കൂട്ടുകാർ 10,500 രൂപയോളം ലോൺ അടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കാണെന്നുണ്ടെങ്കിൽ 8,500 രൂപയാണ് മാസം അടക്കേണ്ടത്. അപ്പോൾ ഇത് എഴുതി തള്ളുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടും ബാക്കിയുള്ള കാര്യത്തിനെല്ലാം നല്ലതായിരിക്കും. ഇതിപ്പം എത്ര എത്തിയെന്ന് പറഞ്ഞാലും 100% എഴുത്തല്ലെന്ന് പറഞ്ഞാലും 50% എഴുത്തല്ലെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല വേറൊരു സ്റ്റേറ്റും ഗവൺമെൻറ് ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്യാൻ പോകുന്നത്. നന്ദിയുണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഒരു 4 വർഷം മുമ്പ് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. ജോലി ആയെങ്കിൽ മാത്രമേ തിരിച്ചടക്കാൻ പറ്റത്തുള്ളൂ. ഒരു ജോലി ആയെങ്കിൽ തന്നെ ആ ജോലി കിട്ടി ഫസ്റ്റ് ഒരു ജോലി കയറിയാൽ തന്നെ മാക്സിമം ഒരു സാലറി വരുന്ന 6,000 രൂപയാണ് ഒരു എഞ്ചിനീയറിംഗ് ഉള്ളത്. അതിൽ 5 രൂപ സാലറി ഇട്ട് കഴിഞ്ഞാൽ 10 രൂപ എടുത്ത് ബാങ്കിൽ അടയ്ക്കേണ്ട അവസ്ഥയാണ്. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊന്നും പറ്റത്തില്ല, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. സർക്കാർ ലോൺ എടുത്തുള്ളത് എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. UDF സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായത് കോടാനുകോടികൾ. സാമൂഹിക പ്രതിബദ്ധതയോടെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്തു നൽകിയെന്ന് മാത്രമല്ല, അത് വീടുകളിൽ എത്തിച്ചു നൽകാനും തയ്യാറായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. താങ്ങും തണലുമില്ലാത്ത 10,000-ങ്ങൾക്കാണ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിൽ ജീവിതത്തിലേക്ക് തിരികെ കയറാനായത്. ക്ഷേമ പെൻഷനുകൾ 600 രൂപയിൽ നിന്ന് 1000 രൂപയായി ഉയർത്തിയതും നിരാലംബർക്ക് അനുഗ്രഹമായി. അത് ഈ ഓണത്തിന് അമ്മയ്ക്ക് 15,000 രൂപ കിട്ടി, എല്ലാം കൂടെ. എനിക്ക് 14,000 രൂപയും കിട്ടി. പിന്നെ ഞങ്ങളെ ഭർത്താവിന് 14 രൂപ കിട്ടി. പിന്നെ അവർക്ക് മാസം തോറും 3 മാസം ആയപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. മറ്റേ സർക്കാർ ഇരുന്നപ്പം 10, 12, 20 മാസം വരെ ഞങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. പിന്നെ ഈ സർക്കാർ കയറിയപ്പോഴാണ് അങ്ങനെ തന്നുകൊണ്ടിരുന്നത് നല്ലോണം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കാതലായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഉത്തര മലബാർ നിവാസികളുടെ ചിരകാല സ്വപ്നമായ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. കേരളത്തിൻ്റെ മുഖമുദ്രയായി മാറുന്ന കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്ററിൽ 6 വരിയാക്കുന്നതിനുള്ള സ്ഥലമെടുപ്പും അനുബന്ധ നടപടികളും പുരോഗമിക്കുകയാണ്. ഗെയിൽ പദ്ധതിയുടെയും വിഴിഞ്ഞം പദ്ധതിയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളും അനുസ്യൂതം മുന്നേറുകയാണ്. പിണറായി വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഭരണനിർവഹണ രംഗത്തെ പല മേഖലകളിലും അദ്ദേഹം ഇടപെടുന്നത്. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ സംബന്ധിച്ച ഇടപെടൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അത് നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു സംഗതിയാണ്. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു സംഗതി, കഴിഞ്ഞ 1 വർഷം തെളിയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോടുള്ള പ്രതിബദ്ധതയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളമോ കൊച്ചി മെട്രോയോ ഒന്നും ഈ സർക്കാർ ഉണ്ടാക്കിയതല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവ്വവൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു നല്ല സംഗതിയാണ്. അതുതന്നെയാണ് വിഴിഞ്ഞത്തെക്കുറിച്ചും പറയാനുള്ളത്. കോവളം കാസർഗോഡ് ജലപാത, തീരദേശപാത, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 45 മീറ്ററിൽ ഒതുങ്ങിയുള്ള 6 വരിപ്പാത, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൂടെ ഇതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതായാലും വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ വളരെ ഭാവനാപൂർണമായ തീരുമാനങ്ങളെടുത്തതായാലും
വളരെ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് കാണുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി വഴി പ്രത്യേക നിക്ഷേപ പരിപാടി വിഭാവനം ചെയ്തത് കേരള വികസന ചരിത്രത്തിലെ വിപ്ലവാത്മകമായ ചുവടുവയ്പ്പാണ്. കാർഷിക രംഗത്ത് സമൂലമായ പൊളിച്ചെഴുത്തിനാണ് LDF സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറികളും നെല്ലും ഉത്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തരിശു കിടന്ന 15,000 ഏക്കർ ഭൂമിയിൽ നെൽകൃഷി തുടങ്ങി. വികസനത്തിൻ്റെ മറവിൽ നശിപ്പിക്കാൻ ശ്രമിച്ച മെത്രാൻ കായലും ആറന്മുള വിമാനത്താവളത്തിനായി നശിപ്പിക്കാൻ ശ്രമിച്ച വയലേലകളും വീണ്ടെടുത്ത് വിത്തിറക്കിയത് നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായി മാറി. ഞാനൊരു 20-25 വർഷമായിട്ട് കൃഷിക്കാരനാണ്. ഞാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ കുമ്പഴ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് പാട്ടത്തിന് ഭൂമിയെടുത്ത് 1 ഏക്കർ മുതൽ കൃഷി ചെയ്ത് ഇപ്പം 10 ഏക്കറോളം പറമ്പിൽ കൃഷി ചെയ്ത് വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സാമ്പത്തിക സഹായം കൃഷിക്കാർക്ക് തരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഭൂമികൾ എടുക്കാനും കൃഷി ചെയ്യാനും ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് വളരെയധികം താല്പര്യമാണ്. മലയാള ഭാഷ സ്കൂളുകളിൽ നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്നത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിക്ക് തെളിവായി. പുതിയ ഓർഡിനൻസ് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE, ICSE തുടങ്ങി മുഴുവൻ സിലബസിലും മലയാളം നിർബന്ധമാക്കി. സംസ്ഥാനത്തെ പല സ്കൂളുകളിലും മലയാളം എഴുതുന്നതിനും സംസാരിക്കുന്നതിനും വിലക്ക് നിലനിൽക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ ഇടപെടൽ. മലയാളം നിർബന്ധമാക്കണമെന്ന് എത്ര വർഷങ്ങളായി ONU തൊട്ട് എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും അതിനെ ഒരു നിയമപരമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ധന്യതയുണ്ടാക്കുന്നു. സർക്കാരിനെ അഭിനന്ദിക്കുന്നു. മലയാളത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അടിമ അവൻ്റെ ചങ്ങലയുമായി പ്രേമത്തിൽപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല, അവൻ്റെ അടിമത്തം മാറുകയില്ലെന്നൊരു ചൊല്ലുണ്ട്. നിൻ്റെ കൈവിലങ്ങുമായി നിൻ്റെ കാൽച്ചങ്ങലയുമായി നീ പ്രേമത്തിൽപ്പെട്ടോ, പിന്നെ തീർന്നു. എന്നും അങ്ങനെ ആ ചങ്ങലയിൽ കിടക്കണം. ഇതാണ് ഇപ്പോൾ ഒരുപാട് പേരുടെ മനോഭാവം. ഞങ്ങൾക്കൊക്കെ അതിൽ വിഷമമുണ്ട്. പക്ഷേ നിയമം കൊണ്ട്, ശക്തമായ നിയമ നടത്തിപ്പ് കൊണ്ട് ഇതിന് മാറ്റം വരുമെന്ന് ആശിക്കുന്നു. സർക്കാർ 1 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് അഭിമാനാർഹമായ ഒരു വാർത്തയും എത്തിയത്. ഭരണ നിർവഹണത്തിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് കേരളമാണെന്ന വാർത്തയാണത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയിലും കേരളമാണ് മുന്നിൽ. ഭരണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വ്യത്യസ്ത തീമുകൾ അനുസരിച്ച് തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യ സുരക്ഷ, കുറ്റകൃത്യങ്ങൾ, നീതി നിർവഹണം, പരിസ്ഥിതി, സുതാര്യത, സാമ്പത്തിക സുരക്ഷ, സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ഭൂമിയുടെ അവകാശികളാകാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ പട്ടയമേള കാസർഗോഡ് നടന്നത്. പട്ടികവർഗക്കാരും പാവപ്പെട്ട കൃഷിക്കാരും ഉൾപ്പെടെ 2247 കുടുംബങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പട്ടയം ഏറ്റുവാങ്ങി. ട്രാൻസ്ജെൻഡേഴ്സിന് കൊച്ചി മെട്രോയിൽ ജോലി നൽകിയതിലൂടെ കേരള സർക്കാർ രാജ്യത്തിനൊന്നാകെ മാതൃകയാവുകയാണ്. മുഖ്യധാരയിൽ നിന്ന് എന്നും ഒഴിവാക്കപ്പെടുന്നവരെ ജീവിതത്തിൻ്റെ നേർരേഖയിലേക്ക് എത്തിക്കുകയെന്നത് സർക്കാരിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് ഇതിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ്. 23 പേർക്കാണ് കൊച്ചി മെട്രോ ആദ്യഘട്ടത്തിൽ ജോലി നൽകിയിരിക്കുന്നത്. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജോലിയല്ല, ഞങ്ങളെ ഈ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷ സർക്കാരും കൊച്ചിൻ മെട്രോയുടെ MD ആയ ഏലിയാസ് ജോസ് സാറും പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറായ ദിനേശ് സാറും ഇവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാൻ സാധ്യമായത്. ഞങ്ങൾക്ക് സ്ഥിരമായൊരു ജോലി ആവശ്യമാണ്. കാരണം ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ മുഖ്യധാരയിൽ ഞങ്ങൾക്കും കഴിവുണ്ട്, ഞങ്ങളും കഴിവുള്ളവരാണ്, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ വെളിയിട വിസർജന വിമുക്ത സംസ്ഥാനമെന്ന ലക്ഷ്യം കൈവരിക്കാൻ 2 ലക്ഷത്തിലധികം ശൗചാലയങ്ങളാണ് LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനത്തൊട്ടാകെ നിർമ്മിച്ചത്. ലൈബ്രറിയൻ, നഴ്സറി ടീച്ചർ തുടങ്ങിയവരുടെ ഓണറേറിയം 2000 രൂപയിൽ നിന്ന് 12,000 രൂപയാക്കിയതും
ആയമാരുടേത് 1400 രൂപയിൽ നിന്ന് 8000 രൂപയാക്കിയതും ആയിരങ്ങൾക്കാണ് തുണയായത്. വ്യവസായ അന്തരീക്ഷം കൂടുതൽ അനുകൂലമാക്കുന്നതിനും വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ നിയമങ്ങൾ ഏകീകരിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ലാഭത്തിലേക്ക് എത്തിക്കാനായതും സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ തെളിവാണ്. കടുത്ത വരൾച്ചയിലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ സുഗമമായ വൈദ്യുതി വിതരണം വെല്ലുവിളിയായാണ് സർക്കാർ ഏറ്റെടുത്തത്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതവൽകൃത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടന്നുവരുന്നു. LDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ കശുവണ്ടി മേഖല നിശ്ചലമായിരുന്നു. തോട്ടണ്ടി ക്ഷാമം മൂലം പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഫാക്ടറികൾ മിക്കതും അടഞ്ഞുകിടക്കുകയായിരുന്നു. ഫാക്ടറികൾക്ക് മുന്നിൽ തൊഴിലാളികളുടെ സമര വേലിയേറ്റമായിരുന്നു അന്ന്. സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ തോട്ടണ്ടി സംഭരിച്ചു. ഫാക്ടറികൾ ഒന്നൊന്നായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനായി. ഇപ്പം നമുക്ക് ഈ സർക്കാർ കയറിയതിന് ശേഷം നമുക്ക് സ്ഥിരമായിട്ട് ഈ നാടൻ അണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങൾക്ക് ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ജോലി സ്ഥിരമായി കിട്ടാൻ തുടങ്ങിയത്. അത് കുറച്ച് പെൻഡിങ് വരും. തോട്ടണ്ടിയുടെ ക്ഷാമം മൂലമാണ് ഞങ്ങൾ ജോലി ഇല്ലാതിരുന്നത്. തുടർന്ന് ഞങ്ങൾക്ക് ഈ 5 വർഷം ഞങ്ങൾക്ക് ജോലി വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ ഈ തുടങ്ങത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ഇത്. നമ്മൾ പോലും അറിയാവുന്ന പെട്ടെന്ന് ഇവർ ഒരുപാട് പാടുപെട്ടാണ് അവർ ഈ തോട്ടണ്ടി എടുത്തതും തുടർന്ന് ജോലി കൊണ്ടുപോകാനുള്ള ഇതോടെ അവർ നിൽക്കുന്നത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള പ്രതിബദ്ധതയും കാരുണ്യവും പരിഗണനയും വ്യക്തമാക്കുന്നതാണ് ഒരു വർഷത്തിനുള്ളിൽ LDF സർക്കാർ കൈക്കൊണ്ട ആശ്വാസ നടപടികൾ. ദുരിതബാധിതരുടെ കടങ്ങൾക്കുള്ള മൊറട്ടോറിയം കാലാവധി ദീർഘിപ്പിച്ചു. കടങ്ങൾ എഴുതി തള്ളുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി എൻഡോസൾഫാൻ സെൽ പുനഃസംഘടിപ്പിച്ചു. ഇതാദ്യമായി ഓണത്തിന് 1000 രൂപ വീതം ഉത്സവബത്ത നൽകി. പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശമനുസരിച്ചുള്ള നഷ്ടപരിഹാരം പൂർണ്ണമായി നൽകുന്നതിന് 56 കോടി രൂപ അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ LDF ഗവൺമെൻറ് പിണറായിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾക്ക് നല്ല ഈ എൻഡോസൾഫാൻ്റെ വിറ്റമിന് നല്ലൊരു പരിഗണനയാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടുണ്ട്. അതിൽ ഒരു സൂചനയാണ് നമുക്ക് ഈ ഓണത്തിന് എല്ലാ എൻഡോസൾഫാൻ്റെ ഇരകളായവർക്ക് ഓണത്തിന് ഒരു പെൻഷൻ്റെ ഇടക്ക് ഒരു ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു 1000 രൂപ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മിനിഞ്ഞാന്ന് കഴിഞ്ഞ 30-ാം തീയതി നമ്മുടെ പിണറായി കളക്ട്രേറ്റിൽ വന്നിട്ട് എല്ലാ ഈ എൻഡോസൾഫാൻ്റെ മേഖലയിൽപ്പെട്ട 11 പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ 10 പേർക്ക് വെച്ചിട്ട് ഇവിടെ സഹായം കൊടുത്തു. അതിലൊരു വിറ്റും എൻ്റെ ഭാര്യയാണ്. ഭാര്യക്കും 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എൻഡോസൾഫാൻ്റെ ഈ കടക്കാരെ കടം എഴുതി തള്ളുന്നതാണ് നമ്മളെ ഉറപ്പ്. കടുത്ത വരൾച്ചയുടെ വർഷത്തിലും ജലസുരക്ഷ ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത്. വരൾച്ചയിൽ കുടിവെള്ളം മുട്ടുന്ന അവസ്ഥയിലെത്തിയ തലസ്ഥാന നഗരിയിൽ യുദ്ധകാല നടപടിയിലൂടെ വെള്ളം എത്തിക്കാനായത് സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് തെളിവായി. നെയ്യാർ ഡാമിലെ ജലം അരുവിക്കരയിൽ എത്തിച്ചാണ് തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമായി നാം കാണുന്നത് തിരുവനന്തപുരത്തെ ജലദുർലഭത കൈകാര്യം ചെയ്ത രീതിയാണ്. മന്ത്രി മാത്യു ടി തോമസും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരും ഒരു ജനാധിപത്യത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥ നേതൃത്വവും തോളോട് തോൾ ചേർത്ത് പ്രവർത്തിച്ച് ജനോന്മുഖമായ പദ്ധതികൾ ക്രിയാത്മകമായ ശൈലിയിൽ കാലതാമസം കൂടാതെ നടപ്പാക്കേണ്ടത് എന്ന് തെളിയിച്ചു. സഹകരണ മേഖലയിലും കാതലായ മാറ്റങ്ങൾക്കാണ് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ബാങ്കിംഗ് രംഗത്തെ അനാരോഗ്യ പ്രവണതകൾക്ക് പ്രതിരോധം തീർത്ത് കേരള ബാങ്ക് 1.5 വർഷത്തിനകം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 419 കോടി രൂപയുടെ സഞ്ചിത നഷ്ടത്തിലായിരുന്ന കൺസ്യൂമർ ഫെഡിനെ 64 കോടി രൂപ പ്രവർത്തന ലാഭത്തിലാക്കിയത് എടുത്തു പറയത്തക്ക നേട്ടങ്ങളിലൊന്നാണ്. കിഫ്ബിയിൽപ്പെടുത്തി ശബരിമല വികസനത്തിന് 150 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭവനരഹിതരും ഭൂരഹിതരുമായ പട്ടികജാതിക്കാരുടെ പുനരധിവാസത്തിന് 440 കോടി രൂപ ഒരു വർഷത്തിനുള്ളിൽ വിനിയോഗിച്ചു. പട്ടികവർഗ ഭവന നിർമ്മാണ പദ്ധതിയിൽ
23,197 വീടുകളുടെ നിർമ്മാണത്തിനായി 177 കോടി രൂപയാണ് നൽകിയത്. SC, ST, OEC വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ 25% നിന്ന് 100% വരെ ഉയർത്തിയതും 2159 പട്ടികവർഗക്കാരുടെ 1 ലക്ഷം രൂപ വരെയുള്ള കടം എഴുതിത്തള്ളിയതും നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയാണ്. സംസ്ഥാനത്ത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശക്തമായ വിപണി ഇടപെടൽ നടത്തിയതും LDF സർക്കാരിൻ്റെ പ്രവർത്തനം വേറിട്ടതാക്കുകയാണ്. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന 13 അവശ്യ സാധനങ്ങളുടെ വില 5 വർഷത്തേക്ക് വർദ്ധിപ്പിക്കില്ലെന്ന തീരുമാനവും അത് നടപ്പാക്കാൻ കാണിക്കുന്ന ആർജവവും സർക്കാരിനുള്ള സ്വീകാര്യതയേറ്റുകയാണ്. ജലക്ഷാമവും വരൾച്ചയും അതിരൂക്ഷമാകുമ്പോൾ കാടിൻ്റെ പ്രസക്തിയേറുകയാണ്. ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ശക്തമായ നടപടികളാണ് വനം വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ഹരിതാഭമാക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധതയോടെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം വനങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വന അതിർത്തി സർവേ ചെയ്ത് ജണ്ടകൾ സ്ഥാപിച്ചു. ലഹരി വിമുക്ത കേരളമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ബഹുജന പങ്കാളിത്തത്തോടെ കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തിക്ക് തുടക്കം കുറിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചതുമെല്ലാം സർക്കാർ 1 വർഷം പിന്നിടുന്ന വേളയിൽ അഭിമാനകരമായ നേട്ടങ്ങളായി മാറുകയാണ്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCയെ രക്ഷിക്കാൻ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരമാവധി മലിനീകരണം ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശക്തമായ എതിർപ്പുകൾക്കിടയിലും ജീവനക്കാരുടെ ജോലി സമയത്തിൽ ചില ഉടച്ചുവാർക്കലുകൾ നടത്തിക്കൊണ്ട് KSRTCയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. കേരളത്തിൻ്റെ പൈതൃകങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വലിയതുറ കടൽപ്പാലം പൈതൃകമായി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗതിയുടെ പാതയിൽ തന്നെ. അഴിമതിക്കെതിരെ അനുരഞ്ജനമില്ലാത്ത പോരാട്ടങ്ങളിലൂടെ വികസനത്തിൻ്റെ പുതിയ പാതകൾ വെട്ടിത്തുറന്ന് മുന്നേറുകയാണ് കേരളം. അശരണർക്കും ആലംബഹീനർക്കും താങ്ങും തണലുമായി യുവജനതയ്ക്ക് പ്രതീക്ഷയുടെ നാളങ്ങൾ പകർന്ന് സ്ത്രീ സുരക്ഷയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കി കേരളം വളരുകയാണ്.